ഇന്ന് എം.വി. ഗോവിന്ദൻ മാസ്റ്റർ സംസ്ഥാന സമിതിയുടെ തീരുമാനങ്ങൾ വിശദീകരിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയി എനിക്ക് തോന്നിയത് സർക്കാരിന്റെ പ്രവർത്തനങ്ങൾക്ക് ഒരു രൂപരേഖ തയ്യാറാക്കി നടപ്പാക്കാനുള്ള മുൻഗണനാക്രമം നിശ്ചയിക്കുമെന്ന് പറഞ്ഞതാണ്. അതായത് സർക്കാരിന്റെ പ്രയോറിറ്റീസ്, മുൻഗണനകൾ തെറ്റിപ്പോയതാണ് പ്രശ്നം എന്ന് CPM തിരിച്ചറിയുന്നു. ഭരണവിരുദ്ധ വികാരമുണ്ട് എന്ന് അഡ്മിറ്റ് ചെയ്യുന്നു എന്നാണോ? താത്വികമായ ഒരു അവലോകനമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ആ നിലയിൽ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ആ തെരഞ്ഞെടുപ്പ് ഘട്ടത്തിലും പിന്നീടുമൊക്കെ ഉയർന്നു വന്ന നാനാ പ്രശ്നങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. LDF സർക്കാരിന് എപ്പോഴും ഒരു അജണ്ടയുണ്ട്. കഴിഞ്ഞ ഒന്നാം സർക്കാരിന് ഒരു 600 അജണ്ട, അതിൽ 580 എണ്ണം നടപ്പാക്കി. അപ്പോൾ പ്രിയോറിറ്റികൾ അട്ടിമറിക്കപ്പെട്ടില്ല. ഞങ്ങളിപ്പോൾ 900 കാര്യങ്ങൾ പറഞ്ഞതിൽ ഏതായിരിക്കും പ്രാമുഖ്യം കൊടുക്കുന്നത്? എല്ലാത്തിനും ഒരുപോലെ പ്രാമുഖ്യം കൊടുത്ത് ഈ കാലയളവിൽ പൂർത്തിയാക്കാൻ പറ്റുമോ? ഒന്നും നടക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അടിയന്തരമായി സാധാരണക്കാരോടൊപ്പം നിൽക്കുന്ന പ്രവർത്തനം. നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ആദ്യമായിട്ടാണല്ലോ കേൾക്കുന്നത്, ഞങ്ങൾക്ക് വികസനം മതിയേ, നിങ്ങൾ വൻകിട പ്രൊജക്റ്റുകളൊക്കെ നിർത്തിവെച്ചിട്ട് ഈ പെൻഷനൊക്കെ ഒന്ന് കൊടുത്തു തീർക്കാൻ മേലേ. അല്ല, അവിടെ തെരഞ്ഞെടുപ്പിന്റെ ആകെ കാമ്പെന്ന് പറയുന്നത്, തെരഞ്ഞെടുപ്പിൽ തോറ്റതിന് പല കാരണങ്ങൾ പറയുന്നത് സർക്കാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പൊ ജനങ്ങൾക്ക് കിട്ടുന്ന ആശ്വാസ നടപടികൾ ബാധിക്കപ്പെട്ടു, ജനങ്ങൾക്ക് ലഭിച്ചുകൊണ്ടിരുന്ന ആനുകൂല്യങ്ങൾ കിട്ടാതെ വന്നു എന്നുള്ളത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് CPM വിലയിരുത്തിയതാണല്ലോ. അത് എം.വി. ഗോവിന്ദൻ മാസ്റ്റർ സംസ്ഥാന സെക്രട്ടറി വാർത്താ സമ്മേളനത്തിൽ പറയുകയും അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യം അല്ലേ? 100% അത് തന്നെയാണ്. ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തുള്ള ഏതെങ്കിലും സ്ഥിതിയല്ല ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്തുള്ളത്. ഇന്ന് തന്നെ കേരള നിയമസഭയിൽ ബഹുമാനപ്പെട്ട ധനകാര്യമന്ത്രി അതിൻ്റെ കണക്ക് പറഞ്ഞല്ലോ. അതായത് ഈ സർക്കാർ അധികാരത്തിൽ വന്നിട്ട് 89 മാസമായി. 1ഉം 2ഉം പിണറായി സർക്കാരിന് കൂടി. എത്രയാണ് കൊടുത്തത് പെൻഷൻ? 150 മാസത്തെ പെൻഷൻ കൊടുത്തു. ഒന്നാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് കുടിശ്ശികയില്ല. അപ്പോൾ ഉമ്മൻചാണ്ടി സർക്കാരിൻ്റെ കാലത്തെ പെൻഷൻ ഉൾപ്പെടെ 150 മാസത്തെ പെൻഷൻ ഈ സർക്കാർ കൊടുത്തു കഴിഞ്ഞു. അതിൻ്റെ കണക്ക് അവതരിപ്പിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം തല താഴ്ത്തി നിർത്തേണ്ട കാര്യമില്ല. അത്തരമൊരു കാര്യം ഞങ്ങൾ പരസ്യമായി ഉന്നയിക്കുമ്പോൾ അത് പറയാൻ കോൺഗ്രസിന് തൻ്റെ ഇടമുണ്ടോ? SNDP ഇപ്രകാരം BDJSന്റെ മറവിൽ ഒരു സംഘടനാ ശക്തിയോടുകൂടി തെരഞ്ഞെടുപ്പിൽ ഉപയോഗിക്കപ്പെടുന്നത് ചട്ടവിരുദ്ധമാണ്, നിയമവിരുദ്ധമാണ്. അത് തെരഞ്ഞെടുപ്പ് ചട്ടങ്ങളുടെ ലംഘനമായിട്ട് കൂടി അത് നിർവഹിക്കുന്നതിനെ തടസ്സപ്പെടുത്താൻ, അതിനെ എതിർക്കാൻ കോൺഗ്രസ് തയ്യാറുണ്ടോ എന്നുള്ളത് അടുത്ത ചോദ്യമാണ്. എങ്ങനെയുണ്ട് എന്റെ പെർഫോമൻസ്?